എന്താ ചെയ്യാ? അതെ, മക്കൾ നിൽക്കരുത്. മക്കളുടെ കാര്യമൊന്നും പറയണ്ട. ഇനി മക്കളല്ല അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഞാൻ വരുന്ന പരിപാടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, പ്രശ്നം പരിഹരിക്കണ ആളൊന്നല്ല ഞാൻ. ഇനി നിങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു അമ്മാമ്മ ഉണ്ട് എന്ന് ആലോചിക്കാണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. മക്കളൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ടെന്നാ? അതെ. ആ, അപ്പൊ അമ്മാവനെ വേണം. ആ ആ ആ അപ്പൊ എന്താ ചേച്ചി വരാഞ്ഞ്? ഓ, ഏടും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്ന അവിടെ. ആ, ശരി ശരി ശരി. അതെ. ആ, എന്നാ അവര് പോരുമ്പോ തന്നെ വിളിച്ചു പറയണ്ട. എന്നാ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരുക്കിയിരുന്നില്ലേ? അതെ. ആ, ശരി ശരി. ആ, അപ്പൊ അങ്ങനെയൊക്കെ ആയാലേ കാര്യങ്ങൾ നടക്കും. ആർക്കങ്ങൾക്ക് തിന്നാൻ തന്നെ ഞാൻ എന്താ ബാഗൊക്കെ ഞങ്ങൾ ഇനി കുറച്ച് ദിവസം പോണില്ല. അമ്മാവന്റെ കൂടെ പണിയെടുത്ത് താമസിക്കാൻ പോകും. പിന്നെ പോടാ. പിന്നെ ചേച്ചീനെ അവിടെ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വരുമോ? ചേച്ചി അവിടെ ഒറ്റയ്ക്കല്ലേ? അവിടെ ആളൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ വിഷമിക്കണോ? ചേച്ചിയുടെ വിഷമാണ്. അല്ല, ഞാനതിനെ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് നിൽക്കണമെന്നൊന്നും പരാതിപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ഇങ്ങോട്ട് വരണ്ടേന്ന് അങ്ങ് അത്ര ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. അല്ല, ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു നോക്കില്ല എന്നൊക്കെയാണല്ലോ അമ്മാവന്റെ പരാതി. സത്യല്ലടാ. ഒരു ഫോണിന്റെ വിളിയെന്ന് കേട്ടാ എന്താ പറ്റിയിട്ട് ഓടി വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാന്ന്. ആളിയാണ് നീ മിണ്ടണ്ട. നീ രാഷ്ട്രീയക്കാരനാണല്ലോ, ഞാൻ വിശ്വസിച്ചു. എനിക്ക് ലീവ് കിട്ടായിട്ടല്ലേ? എടാ, അതിന് അവിടുന്ന് ഓഫീസ് പോണതും ഇവിടുന്ന് പോണതും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാ? അല്ല, അങ്ങനെയല്ല. ലീവൊക്കെ എടുത്ത് പോരാന്ന് പറയുമ്പോ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഇതിന്റെ ഒക്കെ ഒരു സന്തോഷം ഇപ്പോഴാണ് 4 ആളുണ്ട് എന്നൊക്കെ എനിക്കൊരു മാറിയിട്ടില്ലേ? നല്ലോണം ചിരിക്കാങ്ങോട്ട്. ടെൻഷൻ വേണ്ട. അളിയൻ ലീവ് എടുത്തു, എവിടെ സ്കൂളിൽ ലീവ് എടുത്തു, ഞാൻ ലീവ് എടുത്തു. അപ്പൊ 4-5 ദിവസം. എത്ര ദിവസം ഉണ്ട് ഇവിടെ? 4-5 ദിവസം. അപ്പൊ സ്കൂളിൽ പോണ്ടേ? പിന്നെ തിങ്കളാഴ്ച എന്താണ് അവിടെ ഡാൻസാ, മീറ്റിംഗ്. അങ്ങനെ അതും കൂടെ നോക്കിയിട്ട് പിന്നെ ഞാനും അങ്ങ് ലീവ് എടുത്തു. നീ എവിടെ ലീവ് എടുക്കണ്? എനിക്ക് എപ്പോഴും ലീവാണല്ലോ. പിന്നെ ഇവർക്ക് ലീവ് കൊടുത്തു അടുക്കളയിൽ നിന്ന്. അടുക്കളയിൽ ലീവ് കൊടുത്ത പിന്നെ ഇവിടെ വായു ഭക്ഷണോ? അല്ല, ഞങ്ങൾ ടൂർ വന്നാണ് ഇവിടെ. അവിടെ അടുക്കള കണ്ടിട്ടില്ല. വന്ന് അമ്മാവനോട് എന്തെങ്കിലും കൊച്ചു വർത്താനം പറഞ്ഞ അമ്മാവനെ സന്തോഷിപ്പിക്കാൻ പറയട്ടെ. മാമൻ ഒന്നും ഉണ്ടാക്കിയില്ല. മാമൻ രാവിലെ അറിയാലോ ഉപ്പിടാത്തത്തിരി കഞ്ഞി ഒരു കാന്താരിമുളകൊക്കെ തിന്നാറുള്ളൂ. പക്ഷെ നിങ്ങൾ വരണത് ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഇത് രാവിലെ പുറപ്പെടുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കില്ലേ. ഇനി ഇവരുണ്ടാക്കുമല്ലോ. അതില്ല, അങ്ങനൊന്നും പണിയില്ല. ഞാന് രാവിലെ ചില ദിവസമൊക്കെ കുറച്ച് ഒരു പുട്ടാണ് ഉണ്ടാക്കുക. പുട്ടിന്റെ പൊടി അവിടെ ഇരിക്കുന്നുണ്ട്. 2 ആളും ചെന്ന് പുട്ടുണ്ടായിക്കോളൂ. കടല മേടിക്കാം. ഇനി പുട്ടൊന്നും വേണ്ടത്, രാവിലെ ഭക്ഷണം കഴിച്ച് പോകുന്നതല്ലേ. പുട്ട് വേണ്ട, ഒരു കാര്യം ചെയ്യാം. അല്ല, നിങ്ങൾ രാവിലെ കഴിച്ചോന്ന് ഞാനും. പക്ഷെ ഉച്ചയ്ക്ക് മുഖം കഴിക്കണ്ടാ. അല്ല, മറ്റേ നമ്മുടെ കുത്തരി ഇരിക്കണ്ട അവിടെ. അതെ അളിയാ, അവരെന്ത് റെസ്റ്റ് എടുക്കട്ടെ. ഉച്ച ഭക്ഷണം നമുക്ക് പുറത്ത് ഹോട്ടലിൽ നിന്ന് മേടിക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ വേണം. അതെ, അവർ ഇച്ചിരി റെസ്റ്റ് എടുക്കട്ടെ. അതൊക്കെ ഉണ്ടാക്കുക. അപ്പൊ എന്നാ ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് ആയ സ്ഥിതിക്കേ എന്താന്ന് നിങ്ങളത് പറ. ബീഫ് നിങ്ങൾ കഴിക്കൂലേ? ബീഫ് കഴിക്കില്ലേ നീ? ബീഫ് വാങ്ങിക്കാനാ പറഞ്ഞ. അതെ, ഈ വീട്ടിലെ ബീഫ് കയറ്റാറില്ല. കോഴിയും ആടൊക്കെ ആവാം. പക്ഷെ പോത്ത കാളെ കയറ്റരുത് നച്ചുള്ള കാലം മുതലുള്ളതാണ്. അതൊന്നും വരെ പാലിച്ചിട്ടുണ്ടാകാം. അല്ല, നാപ്പ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തു തിന്നാറുണ്ട്. ഇവിടെ വെക്കാറില്ല. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയണ്ട, ആ പരിപാടി വേണ്ട. ആ കാലം പോവും. എന്ന് പറഞ്ഞാൽ പറ്റൂല. അത് വേണം. വേണ്ടെന്ന് പറഞ്ഞ പിന്നെ പൈസ ഞാൻ കൊടുക്കാന്നേ. ഇനിയിപ്പോ വേണ്ടെന്നുള്ള സ്ഥിതിക്ക് പിന്നെ ഞാൻ ചാടി കയറി കൊടുത്താൽ ശരിയല്ല. ഞാൻ മറ്റേ ഇതാ പൈസ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരണതിനും അത് കൊടുക്കാന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തോളാം, കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്താലോ, ഞങ്ങൾ പോയിട്ട് ഭക്ഷണം വെച്ചിട്ട് മേടിച്ചിട്ടോ. അതെ, ഇവിടുന്ന് നടക്കണ്ട കളി ആ റോഡ് വരെ.
അല്ലാതെ എന്ത് ചെയ്യും? ഇല്ല ക്ലീറ്റ ചേട്ടാ ഓടിപ്പോ. അല്ല എന്റെ വണ്ടി അവിടെ ഉണ്ടല്ലോ എടുത്തോ. ആ വണ്ടി വേണ്ട. നടന്നു പോകാം. എടാ, അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം കേട്ടാ. അമ്മാവന്റെ സ്കൂളിൽ പോയിട്ട് വന്നാ മിക്കവാറും ഇന്ന് ഉച്ചഭക്ഷണം വൈകുന്നേരം ആവും. എന്നിട്ട് അമ്മ അമ്മ പോയിട്ട് വരാം. ഞാനാ പഠിപ്പിച്ചു കൊടുത്തേ ഇതൊക്കെ. എന്തെന്ന് ചെയ്യാനേ ആ ചേച്ചി കുട്ടികൾ ഇവിടെ എത്തി. അറിയോ നാടൻ കോഴിക്കറി എന്ന് പറഞ്ഞ ഞങ്ങള് തിരുവല്ലായിൽ ഒരു സമ്മേളനത്തിന് പോയപ്പോ അവിടെ ഒരു ഷാപ്പിൽ നിന്ന് കഴിച്ചു. ഔ എന്താ കറി എന്താ കറി. പിന്നത്തെ കറി ഇവിടെ ഇവരുണ്ടാക്കിയത് ഒരു അബദ്ധത്തിൽ എരിവ് കൂടി പോയിട്ട്. അതിപ്പോ രണ്ടാളും കൂടെ മത്സരിച്ചു നാത്തുമാര് എരിവിട്ട്. എന്ത് പരിപാടി അത്? ഓ ഇറച്ചി മീനൊക്കെ കുറച്ച് എരിവ് വേണം. അതേപോലെ ഇങ്ങനെ ഒരു എരി പിന്നെ അറിയോ എന്നിട്ട് ഒന്നും കാണാണ്ടായില്ല പാത്രത്തില്. അത് പിന്നെ പറഞ്ഞ മാതിരി കഴിച്ചു പോയി. അതെ നാളത്തെ കാര്യം എങ്ങനെയാണ്? നാളെ എന്താ മീൻ മേടിക്കുക? ഇറച്ചി വേണ്ട, നെമ്മീൻ. ആ മീൻ വാങ്ങാം. ആ ആര് പോയി വാങ്ങും? അത് നീ തന്നെ പോയി വാങ്ങിച്ചോ. പിന്നെ 2 കിലോമീറ്റർ നടക്കാൻ എണ്ണ കിട്ടൂല. വിരിച്ചെന്ന് കിടക്ക ഇച്ചിരി നേരം കൂടി ഇരുന്നിട്ട് കിടന്നാ പോരെ? വേണ്ട, കിടക്കാൻ രാവിലെ വേണ്ട, നമുക്ക് കുറച്ചു നേരം കളിക്കാം. രാവിലെ വെള്ളം കോരാനുള്ളതാണ് വാഴയ്ക്കും മുളകിനും. കിടന്നോ സമയായി. രാവിലെ കൊണ്ട് കളിക്കണത് ഇങ്ങനെ മുടി അത് വേണ്ട. ആ എവിടെയെങ്കിലും കിടക്കും. ആ കട്ടില് ചെറുതാ കിടക്കാൻ പറ്റില്ല. കുഴപ്പമില്ല. ഞാൻ പോയി ശൂശുവൊക്കെ വെച്ചിട്ട് കിടക്ക്. രാത്രിയല്ലേ വീട്ടില് വെക്കും. ഡാഡി ഇപ്പോഴും മൂത്രമൊഴിക്കോള്. അങ്ങനെ ഇപ്പൊ എപ്പോഴും ഇല്ല, ആഴ്ചയിൽ 2-3 ദിവസം. അമ്മാവനെന്തേ? അമ്മാവാ ഞങ്ങൾ കിടക്കുക. ആ ചിലപ്പല്ല. കിടന്നില്ലേ? അമ്മാവ് കിടന്നില്ലേ? ആ ഞാൻ കിടക്കാൻ പോണു. ഞങ്ങൾ കിടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കിടക്കാൻ വേണ്ടി തയ്യാറാവുമായിരുന്നു. കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ ശരി അമ്മാവാ. വാതിലടച്ചില്ലേ? ഞാൻ അടച്ചു. ഞാൻ എന്ന് അടക്കണല്ലേ? നിങ്ങൾ ഈ റൂമിൽ അടക്കണേ? ആ ഞങ്ങളിവിടെ അടക്കാം. ആ ശരി കാണാം. ആ ശരി. ആ ടീച്ചസേ ഓ ഒന്ന് തുറന്നിട മോനെ. അമ്മാവാ കുറച്ചും കുറ്റിയിട്ടു. മാമയുടെ തലേനെ നിർത്തല. ഇതല്ലേ ശരി കിടന്നു. അത് കിടന്നു. ഗുരുവായൂരപ്പ. ഞാനപ്പോ പണ്ടൂടെ ഇവിടെയോ? ആ കിടന്നു. ഭയങ്കര ഇറുക്കമല്ലേ? കുറച്ച് മതിയോ മോളെ? ആ ശരി. ചൂടില്ലേ? ചൂട്
പാത്രമൊക്കെ ഇനി ആർക്ക് ഇട്ടേക്കാണാവോ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. നാത്തൂനെ, നാത്തൂനെ, എവിടെ? ഞാൻ പറമ്പിൽ കപ്പ പറിക്കണാണ്. കപ്പ പറിക്കണം കാണേ. ഇങ്ങോട്ട് വന്നേ. ഇത്ര കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ തന്നെ വല്ല. എന്തിനാ ഇങ്ങോട്ട് വരാൻ? എന്താ? ഇനി അത് അങ്ങോട്ട് ചവിട്ടി കയറ്റി അടിച്ചു വരണുണ്ടോ? എന്താ ഇപ്പൊ കുഴപ്പം? ചൂട് കയ്യിലിപ്പുണ്ടല്ലോ, അങ്ങോട്ട് അടിച്ചാൽ പോലെ. ഞാൻ അടിച്ചു വരണുണ്ടോ? എന്താ കണ്ടോ? ഈ പാത്രം ആര് കഴുകുന്നോർത്ത് ഇവിടെ വെച്ചേണേ? അടിച്ചു വാരി കഴിഞ്ഞിട്ട് അങ്ങ് കഴിയാൻ പോലെ. 4, 3, 7 പാത്രല്ലേ ഉള്ളൂ. എന്താ? ഇന്ന് രാവിലെ ആരാ പാത്രം കഴുകിയത്? രാവിലെ എനിക്ക് ഓർമ്മയില്ല. വെളുപ്പിനെ എണീറ്റ് വന്ന പാടും ഞാൻ കൊറേ പാത്രം കഴുകി. അപ്പൊ ഇതും കൂടി കഴുകാൻ എന്താ? ഇതിപ്പോഴല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടത്? ഇപ്പൊ എനിക്ക് കഴുകാൻ പറ്റില്ല. എന്നാ എനിക്ക് സൗകര്യമില്ല. സൗകര്യം എങ്ങനെയാണേ? പിന്നെ അല്ലാതെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണോ? എല്ലാ പണിയില്ലല്ലോ, ഞാൻ കറിയും കഞ്ഞിയൊക്കെ വെച്ചില്ലേ. ഒരു കാര്യം ചെയ്യും, ഇവിടെ അടിച്ചു വരും. ഞാൻ അടിച്ചു വാരാൻ എനിക്ക് മനസ്സില്ല. നീ അടിച്ചു വാരുണ്ട്, അതുകൊണ്ട് ഞാൻ പാത്രം കാണുന്നില്ല. അത് എവിടുത്തെ ന്യായത്? ഞാൻ തിന്നത് മാത്രമല്ല അവിടെ ഉള്ളത് കേട്ടാ. ഇല്ല, ഗുളി കഴിഞ്ഞാ? ഒരു ചെറിയ മീറ്റിങ്ങിന് പ്രധാനമന്ത്രിയെ ചിലപ്പോ ഒന്ന് കാണേണ്ടി വരും. നിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം, പ്രധാനമന്ത്രിയുടെ അടുത്ത് പറഞ്ഞോളാം. വേറെ എന്തെങ്കിലും പറയണോ? സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അറേഞ്ച് ആയില്ലേ? എടാ നിന്നൊക്കെ എന്ത് പിണ്ണാക്കിനാണ് ഞാൻ അവിടെ ഓരോന്ന് ഏൽപ്പിച്ചിട്ട് വന്നേ? അവനവിടെ ഈ കോമളൻ എവിടെയാണ്? എടാ ഞാൻ നിന്നെ കോമളിനെയും കൂടെ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയല്ലേ? അതെ, അത് ഒരു കാര്യം അത് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് നീയൊക്കെ പാർട്ടിയിൽ ഉണ്ടാക്കുന്നത്? ഭാര്യനോടുണ്ടല്ലോ ഇവിടെ വന്നെ ഭരിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ വിഷയം? ഞാൻ കുറച്ചുനേരം ശ്രദ്ധിച്ചോളൂ. ദേഷ്യം വരാതിരിക്കണെങ്കിനെ ഞാൻ ആ കപ്പത്തോട്ടത്തിന് കപ്പ പറിക്കണം കണ്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ നഷ്ടം? നിങ്ങളിത് വേറൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ വീക്കാണെങ്കിൽ ഏത് വീക്കാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു 4 ജോലിക്കാരിയാണോ? 4 ജോലിക്കാരെ അറിയില്ലേ? 4 മാത്രമല്ല. ബഹളം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എന്താണ്? അവനവന്റെ വീടല്ലാതെ മനസ്സിലായില്ലേ? അവരുടെ വീടല്ലെങ്കിൽ എന്താ? ഞങ്ങളുടെ അമ്മാന്റെ വീടാ. ഒരു അക്ഷരം ഇട്ടത് അവിടെ മുഴുവൻ ഞാൻ അടിച്ചു വാരി. എവിടെ മുഴുവൻ? അടുക്കളയില 4 ചോറിന്റെ ഇടയ്ക്ക് ഇത്ര സ്ഥലത്ത് അടിച്ചു വാരി കിടക്കും. പലപ്പോഴും എന്നെ ഒലക്കി കടിക്കാൻ നോക്കിയിട്ടുണ്ട് ഏമാനെ. എന്താ പ്രശ്നം? ഏമാനെ, ഞാൻ എന്റെ തോട്ടത്തില് പൊന്നുപോലെ വളർത്തിയ പുല്ലും വാഴയുടെ ഇലയെല്ലാം ഇയാള് കട്ടോണ്ട് പോയി. അതെന്തിനാ ചെയ്തേ? കള്ളാണ് ഏമാനെ. ഞാൻ കണ്ടിട്ടില്ല ഏമാനെ. എനിക്ക് 5 ആടുകളുണ്ട് ഏമാനെ. ഈ ആടുകളെ ഇടയ്ക്കത് പോയി തിന്നും. അതിനാണ് ഇയാൾ ഈ പറയണത് ഏമാനെ. അത് ഇയാൾ കുറ്റമല്ലല്ലോ. ഈ കമ്പെടുത്തിട്ടാണോ വന്നത്? ഇത് പിന്നെ തക്കളി പോലെ ലാത്തി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഇതിന്റെ കമ്പാണ്. ഏതെങ്കിലും ഒരു കമ്പ് പൊട്ടിച്ച് വന്ന പോലെ നിനക്ക്? ഏതെങ്കിലും കമ്പല്ലേ ഞാൻ എടുത്തോളാം. ഒന്ന് പിടിച്ചിരിപ്പിക്കണ ഇതിൽ വന്നിരിക്കാൻ പോയ ഇങ്ങനെ മക്കളെ കാര്യമായിട്ട് പിടിക്കളയാ. ഇതിനിടയ്ക്ക് ഇത്രയും കസേര നടന്നിട്ട് അതിലൊന്നും ഇരിക്കാൻ അവനൊരു പോത്ത് അതേ സ്വഭാവം നടക്കും. എല്ലാം കൂടി കൊല്ലാതിരിക്കാണ്. എന്തിനു പറ്റിയോ നോക്കട്ടെ. ഒന്നുമില്ല. ഒരു കുടുംബത്തിനും ഉണ്ടാവില്ല അങ്ങനെ. ഇല്ലേ? വേണ്ട, ആരും തൊടണ്ട. അമ്മാവൻ അറിയിരിക്കാൻ അവിടെ ഇരുന്നോട്ടാ. സമാധാനമായിട്ട് ജീവിച്ച മനുഷ്യനാ. കാലിനെന്തെങ്കിലും ഞാൻ പറഞ്ഞു. സോറി. അതെ അമ്മാവ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും കസേര ഇവിടെ കിടന്നിട്ട് അമ്മാവന് ഇതിൽ തന്നെ ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? പോട്ടെ ഊര കുത്തി വീണ ഇവിടെ അല്ലാണ്ട് പിന്നെ ഇവിടെ പറ്റുമോ? അല്ല ഞാൻ ഇല്ല, ഇച്ചിരി കുഴമ്പിട്ട് തരിപ്പ് എന്തേലും ഉണ്ടോ? നീ ഒന്നും മിണ്ടാതിരുന്ന അമ്മാവൻ ഇത്ര നാളത്തെ ജീവിത പരിചയം ഉണ്ട്. അമ്മാവൻ അറിയാം എന്താ. എനിക്കങ്ങോട്ട് എന്താ കാണിച്ചത് നിങ്ങള്?
ഇതെന്താണ് എന്റെ അമ്മ ഈ ജാതി സാധനങ്ങളൊക്കെ പുറത്തോടെ കൊണ്ടുപോയിട്ടൂടെ? ഞാൻ എന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ അച്ഛന്റെ കാലത്തുള്ളതാണ് പൊന്നു പോലെ സൂക്ഷിച്ചിരുന്ന സാധനം. എടി അതിന് ഇത്ര കാലം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് വല്ല കുഴപ്പമില്ല. എന്തിനു നാലഞ്ചെണ്ണ അഞ്ചെണ്ണം ഒറ്റയ്ക്ക് കയറിയത്? അത് അമ്മാവൊരു കാര്യം ചെയ്യും, എല്ലാത്തിനും എഴുതി ഇതിലിരുന്നൂടാ, ഇതിലിരിക്കാം, ഇതിൽ കിടക്കാം. കഷ്ടമാണ് കേട്ടോ അമ്മാവ. ഹലോ, അതെ എന്താ മാവാ? അതെ അപ്പൊ കനകനും ക്ലീറ്റസും കുടുംബമൊക്കെ ഇവിടെ വന്ന് താമസിക്കാണല്ലോ ഇപ്പൊ. അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവര് എങ്ങനെയാ തന്നോട് ഞാൻ പറയാ, അവരിന്ന് ഇവിടുന്നേ കാര്യം പറ മാവാ, എന്തേ? അല്ല അതെ അവരിപ്പോ നാളെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോയെങ്കിൽ കുറച്ച് വേറെ പരിപാടികളുണ്ടായിരുന്നു. അതിനിപ്പോ എന്താ ഒരു വഴി? അത് ഞാൻ വിളിച്ചു പറഞ്ഞാ മതിയാ? അല്ല അത് പറ്റില്ല, എന്തെങ്കിലും ഒരു ഐഡിയ വേണം. എന്താ അറിയോ, ഞാൻ പറഞ്ഞിട്ട് എന്റെ ആഗ്രഹപ്രകാരമാണ് പോണെന്ന് അറിയരുത്. ആണാ? അല്ലാണ്ടാ പോണം. ഞാനങ്ങോട്ട് വരട്ടെ എന്നാ, ഞാൻ നമ്പർ എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിച്ച് പറ്റുമെങ്കിലേ ഞാൻ വിളിച്ചിട്ടാ നീ വരണമെന്ന് അവരോട്. ഇല്ല, ഞാൻ പറയൂല, അവരാ പറഞ്ഞു വിട്ടാ പോരെ അവിടുന്ന്. അത് മതി അത് മതി. അതിനെന്തേലും ഒരു വിദ്യ ഒപ്പിക്കണോ അല്ലേ? ഞാൻ വരാം, അങ്ങോട്ട് വരാം. എന്നാ ഇങ്ങോട്ട് വാ. എവിടെയുള്ള അമ്മാവൻ? ഞാൻ വീട്ടിലത്തെ പുറത്തുണ്ട്. പുറത്തുണ്ടാ? ഞാൻ അങ്ങോട്ട് വരാം. ഇടക്കനക എന്ത് കളിയാ നീ കളിക്കണത്? എന്താണ് ഇവന്? ഇവിടെ നീ വെറുതെ ആവശ്യമില്ലാതെ ലീവ് എടുത്ത് വന്ന് ഇവിടെ വിരുന്ന് നിൽക്കണ എന്തിനാണെന്ന്? എന്താ അതിന് കുഴപ്പം? ഞാൻ ലീവ് എഴുതി കൊടുത്ത് പോന്നല്ലേ. എടാ പറഞ്ഞു വിട്ടാണ് നിന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചോണ്ട് വരാൻ. നീ ആ 7 പോയി പണി നോക്കാൻ പറ. ഞാൻ ലീവ് എഴുതി വെച്ചാണ്, പിന്നെന്താ പ്രശ്നം? അല്ല ഞാൻ ചോദിച്ചോട്ട്, എന്റെ അളിയൻ വന്നില്ലെങ്കിൽ അവിടുത്തെ ലൈറ്റ് ഒന്നും കത്തൂല. നീ വലിയ വർത്താനൊന്നും പറയണ്ട. എടാ അവിടെ കൊടിമര ജാഥ നടപ്പുണ്ടല്ലോ നിന്റെ പാർട്ടിയുടെ. നമ്മുടെ ഇവനില്ലേ കോമളനും നടരാജനുമാണ് അതിന് നേതൃത്വം കൊടുക്കണം. നിന്നോട്ടെ, നിന്നെ പുറത്താക്കി എന്ന് പറയണ്ട്. ഒരു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാ. അല്ല ഞാൻ പ്രസിഡന്റിനോടെല്ലാം പറഞ്ഞിട്ട് ഞാനും കൊണ്ടുവന്ന് നിൽക്കണേ. എടാ നീ പോയി ആ പരിപാടി പങ്കെടുക്ക്. ഇത്രയും പാടുപെട്ട് നീ അവിടത്തോളം എത്തിയതല്ലേ? അത് ഞാൻ ഇപ്രാവശ്യം എന്തായാലും വേണ്ടാന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമ്മേളനത്തിന് ഞാൻ പോയി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഒരു വിലയില്ലായിരുന്നു. ഞാൻ ഇല്ലാതിരിക്കുമ്പോഴേ അതിന്റെ വില പഠിക്കും. മനഃപൂർവ്വം പോവാത്ത മാത്രല്ല, ഞങ്ങളൊരു 4-5 ദിവസം മാറി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. കനക പറഞ്ഞു വിട്ടിട്ട് കാര്യം നീ എന്നോട് പറയണ്ടാന്ന്. അവിടെ 3-4 ട്രാൻസ്ഫോമർ കത്തിപ്പോയിട്ടുണ്ടെന്ന് പണിയെടുക്കാൻ വേറെ ആളുകളില്ല അവിടെ. സത്യം പറയാലോ, നമ്മൾ കുറെ വർഷം ഇങ്ങനെ ജീവിച്ചെങ്കിലും ജീവിതത്തിൽ ജീവിച്ചു എന്ന് തോന്നിയ 2 ദിവസമാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. എന്താ രസം! നല്ല രസമുണ്ട്. കുടുംബവും കുട്ടികളും അമ്മാവനും. കാരണം നമ്മൾ കാരണം മറ്റൊരാളിന് സന്തോഷം കൊടുക്കാൻ പറ്റുക പറയുന്നത് വലിയൊരു കാര്യം. മാത്രല്ല ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ പെട്ടെന്ന് എല്ലാവരും കൂടി അങ്ങ് അടിച്ചാർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മാവന് ഭയങ്കര വിഷമം. തകർന്നു പോകും ആള്. അമ്മാവനോട് ഞാൻ സംസാരിച്ചു നോക്കാറാ. ഇത് നീ എന്ന് അമ്മാവനോട് സംസാരിക്കും അല്ലേ? കിട്ടും നിനക്ക്. ഇപ്പൊ ഇവിടെ അത്യാവശ്യം വല്ലതും ഉണ്ടോ നിങ്ങക്ക്? ഇവൻ എന്താണ് ഈ പറയണത്? എടാ നിനക്ക് കിണറുമ്പിരിക്കണമെങ്കിൽ അവിടെ ബില്ലേ കിണറ് മോട്ടർ. ഞാനൊരു കാര്യം, നിന്നെ പാരങ്ങൾ വിളിച്ചു വരുത്തിയത് എന്നെ പറഞ്ഞു വിട്ടതല്ലേ? എന്ത് പറഞ്ഞു വിടണത്? പറഞ്ഞിട്ട് നിന്നെ വിളിച്ചുണ്ടോ? അവന് വേറെ ദിവസം ലീവ് എടുത്തോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ആളി ഒരാഴ്ച സുഖമല്ലാതെ കിടപ്പായാൽ നിങ്ങൾ തിരികെ അവിടെ ഒന്ന് കറണ്ട് പ്രവർത്തിക്കണം. തങ്കവും ക്ലീറ്റസ് ഇവിടെ നിൽക്കട്ടെ. അവിടെ അമ്മയുടെ വിവരം നീ വല്ലതും അറിഞ്ഞാ? എന്താണ് അമ്മക്ക്? ഇവൻ അമ്മനെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തിയില്ലേ? ഞാനല്ലേ ഏർപ്പാടാക്കി കൊടുത്തേ. ഭയങ്കര പ്രശ്നമാണ് അവര് തമ്മില്. എന്തൊക്കെ നുണയാണ് രാവിലെ അമ്മയും തങ്കമായിട്ട് സംസാരിച്ചു, ഭയങ്കര ഹാപ്പി. ഇവിടെ നമ്മുടെ അമ്മാവനൊക്കെ ഹാപ്പി എന്ന് പറയുമ്പോ അമ്മ അതിലേറെ ഹാപ്പി. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പിന്നെ അമ്മ നമ്മളോട് പറയൂലേ? എന്റെ കനക, നിന്റെ കുടുംബത്തെ കാര്യത്തിന് ഞാൻ വെറുതെ ഒന്ന് നുണ പറഞ്ഞ് നരകത്തിൽ പോണ? അതന്നെ ഞാൻ ചോദിക്കണം. ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ ചെന്നപ്പോ അത് കണ്ട് മനസ്സിലായ. ഈ ഒരു കാര്യം ചെയ്യും, വേണമെങ്കിൽ ഇവിടെ ഒരു ദിവസം തിന്നോ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ നിന്റെ പാട് നോക്കി പറ്റുമെങ്കിൽ ലീവ് എടുത്ത് നിന്ന് നോക്ക്. ജീവിതം എന്താണെന്നും സന്തോഷം എന്താണെന്നും നിനക്ക് അറിയാൻ പറ്റും. എന്ത് രസമാണ് ഇവിടെ. എടാ അമ്മാവനോട് ഞാൻ പറയാടോ ഒന്ന്. അമ്മാവന്റെ ഇപ്പൊ അമ്മാവന്റെ കൈ ഇരിക്കണ കേക്ക്. നീ ഫോണിലേ വല്ല കഴിച്ചിട്ട് പോവാ. നീ അമ്മാവന്റെ അടുത്ത് ഇതും പറഞ്ഞോണ്ട് ചെല്ലല്ലേ. കനക കനക നീ പോ ഫാസിലെ. ഒരേ സമയങ്ങളാണ് ഇത്. വേറെന്തിനാ ഉടായ്പിനാണ് കളിയാ. അമ്മവാ, ഇത് നടപടിയാവൂലാട്ടാ. ഇത് ആ പഠിച്ച പണി 18 നോക്കി എന്നോട് പറയണേ. ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല നീ ഇവിടെ നിന്ന പോലെ. അവരെന്നെ കൊണ്ടേ പോകുന്നു. ഞാൻ അവന്മാരോട് ഇല്ലാത്ത നോണ മുഴുവൻ വെച്ച് കാച്ചി. അപ്പൊ എന്നോട് കനകൻ ചോദിക്കണേ, നീ ആര് പറഞ്ഞിട്ടാണ് ഇത്രയും ബലം പിടിക്കണേന്ന്? ഞാൻ പിടുത്തം വിട്ടില്ല. ഞാനതിന് ഇവിടെ വന്ന് ഇങ്ങനെ കുറ്റിയടിച്ച് താമസിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ വരവും പോക്കും അന്വേഷണം എന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തു ഞാൻ കരുതിയോ? പക്ഷേ പറഞ്ഞാൽ വരൂന്നാ ഞാൻ കരുതിയത്. ഇത് ഉമ്മാര് രണ്ടും കൂടി ഇപ്പൊ അത് നനക്കണം ഇത് നനക്കണമെന്ന് പറഞ്ഞൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. അത് 18ാമത്തെ അടവാണ്.
അമ്മാവൻ ഫലപ്രദമായിട്ട് അത് പ്രയോഗിച്ച എല്ലാം ചാടിക്കോളും പുറത്ത്. ഞാനോ? ആ അമ്മാവൻ ചാടുന്ന കാര്യമല്ല, അമ്മാവൻ ഞാൻ പറയണ പോലെ ഇത് ഉമ്മാരെ കൂടി പൊയ്ക്കോളൂന്ന്. അടേ അതെ, ഈ ഒരു ബക്കനോട് ഒഴിച്ചു കഴിഞ്ഞാൽ മുളകും തെയ്യം ഒക്കെ കേട്ടോ. ആ അത് ക്ലീറ്റ് ഒഴിക്കൂടാ. എന്ത് ഞാൻ വാഴയ്ക്ക് മുഴുവൻ ഒഴിച്ചിട്ടിരിക്കുക. അവനൊന്നും ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. മുളക് നമുക്ക് കൊണ്ടുപോകണം. ആ അത് വേണം, മുളക് എന്താ കൊണ്ടോയിക്കോ. ഈ ഇടയായിട്ട് എന്താന്നറിയില്ലടാ, ഭയങ്കര മറവിയാ. എന്താണ് മറവി ഭയങ്കരമായിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മളെയൊക്കെ കണ്ട് എല്ലാം മതിമറന്ന് അങ്ങനെ നടക്കാം. പിന്നെ പ്രായം കൂടി വരില്ല അമ്മാവാ. അതാ പ്രായത്തിന്റെ ലാഭം പറഞ്ഞാൽ ശരി. നിങ്ങൾ ഒരു മുന്നറിയിപ്പില്ലാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് 2 ദിവസം നിങ്ങളുടെ കൂടെ ഒക്കെ അടിച്ചു പൊളിച്ചിങ്ങനെ ജീവിച്ചപ്പോഴേ മറന്നതാ ശരിക്കും. എന്താ മറന്നതെന്ന് പറയൂ. ഒന്നും പറയണ്ടാ. നമ്മുടെ ഈ അമ്പലല്ലേ, അവിടുന്ന് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ബസ് പോകുന്നുണ്ട് ആന്ധ്രയ്ക്ക് തീർത്ഥാടനത്തിന്, തിരുപ്പതിക്ക്. അപ്പൊ ഞാൻ അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അയ്യോ, ഇന്ന് ഉച്ചയ്ക്ക് വരേണ്ട സമയമൊക്കെ ട്രാവലേഴ്സിന്റെ ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അയ്യോ ഒന്ന് പോണല്ലോ എന്ന് ഓർമ്മ. അതിപ്പോ ഒന്നുമില്ല, അതിപ്പോ ക്യാൻസൽ ചെയ്താൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. 5000 റുപ്യ ടിക്കറ്റിന്. പിന്നെ അത് മാത്രമല്ല, ഞാനേ മറ്റേ വഴിപാട് നടന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ടില്ല, തിരുപ്പതി പോയിട്ടില്ല. കണ്ട അമ്മ എന്തോരം കൊതിച്ചിരുന്നതാന്നാ, അമ്മയ്ക്കും കൂടി വരായിരുന്നു. പിന്നെ നേരത്തെ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ അങ്ങ് പോക്കൂടാ. അല്ല അതെന്തറിയോ, ടിക്കറ്റ് ഇല്ലേ? ടിക്കറ്റില്ല, അത് നേരത്തെ പറയായിരുന്നു. അമ്മയ്ക്കൊക്കെ പോരായിരുന്നു. അതാണ് ഓർമ്മ നിൽക്കണില്ലടാ, അതുകൊണ്ടല്ലേ ഇതിപ്പോ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ. ആ അമ്മാവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ നിൽക്കണ എന്തിനാണ്? ബാബാ ബാ. നീ പോ. സത്യം പറഞ്ഞാണ്ടല്ലോ 2 ദിവസം എന്റെ എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും മറന്ന് ഞാനിവിടെ പോയതറിഞ്ഞില്ല. ഞാനോ? ഞാൻ സന്തോഷം. എനിക്ക് അത് ഭയങ്കര വിഷമായി. അമ്മാവ് പോയിട്ട് വന്ന് ഇവർക്ക് അമ്മാവ് വന്നു കഴിയുമ്പോ പിന്നെ വന്ന് നിക്കാല. ഞാൻ വെറുതെ ലീവ് എടുത്തോടി. ഒരു കാര്യം ചെയ്യാം, അമ്മാവൻ എന്തായാലും പോവാണല്ലോ, നമുക്ക് ആ കൂടെ അങ്ങ് പോവാം. എന്നിട്ട് അമ്മാവൻ തിരിച്ചു വരും, അന്നേരം നമുക്ക് ഒരാഴ്ച നിക്കാൻ വേണ്ടി. ഒരാഴ്ചല്ല പോണെന്ന് എനിക്ക് മതിയായിട്ടില്ല, 1 മാസം നിക്കണം. ഇവിടുന്ന് ജോലിക്ക് പോവാല്ലോ നിനക്ക്. ഇവിടുന്ന് പോവാ. ഇവിടെ ചേച്ചിനെയും വേണേ കൊണ്ടു നിർത്തിയിട്ട് നമുക്ക് ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അതൊക്കെ. അതാ ഇപ്പൊ തക്കളി ഇവിടെ അവളെ അറിഞ്ഞപ്പോ ആകെ വിഷമിക്കും. അതെ, അല്ല എന്താ ചെയ്യണ്ടാളിയാ? എന്താ ചെയ്യാനും പിന്നെ നമ്മൾ മാത്രമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മറവി. ആ കുട്ടികൾ എത്ര വിടമ്മാവാ, വെറുതെ കിടന്ന് അവരുടെ ജോലിയും പാടി മനസ്സ് നിറഞ്ഞു. നീ ജോലി വരെ ലീവ് എടുത്തിട്ട് വരിക, കുട്ടി സ്കൂളിൽ പോവാണ്ട് വരിക. എന്തൊക്കെ പ്രതീക്ഷ. അമ്മാവ അവരെ പൊയ്ക്കോട്ടെ, അവരെ പിടിച്ചു നിർത്തല്ലേ നിർബന്ധിച്ച്. പിന്നെ ഞങ്ങള് റെഡി ആവട്ടെ. അല്ല അങ്ങനെ പറയാം, അത് നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. അമ്മ ഇപ്പൊ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡ്രസ് ചെയ്ത് നമ്മളോട് പോകുന്നതിൽ എന്താ കാര്യം? അല്ല അതെന്താ അറിയോ, ഇപ്പൊ നിന്റെ കൂടെ താമസിക്കാനാണല്ലോ നിങ്ങൾ വന്നത്. ഞാൻ അല്ലാണ്ട് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാ പറയുമ്പോ ഭയങ്കര വിഷമമാണ്. വണ്ടി ഇവിടുന്ന് അമ്പലത്തിന്റെ അവിടുന്ന്. ആയിക്കോട്ടെ. ഈ അമ്പലത്തിലോ? അമ്മാവൻ ഏതായാലും ഇപ്പൊ തീർത്ഥയാത്രക്ക് തയ്യാറായതാണല്ലോ, മാനസികമായിട്ടും തയ്യാറായി കഴിഞ്ഞു. അപ്പൊ അമ്മാവനൊരു കാര്യം ചെയ്യാം, നേരെ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരിക. ആ സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അപ്പൊ ഇപ്പോ അമ്മാവനെ ഞങ്ങൾ യാത്രയാക്കിയിട്ട് അങ്ങ് പൊക്കോളാം. അത് ശരിയാ. അല്ല അത് വേണ്ട, യാത്രയാക്കാൻ ദൂരേക്കൊന്നും പോണ്ട, ഈ അമ്പലത്തിൽ നിന്നല്ലേ പോണ. പുള്ളി പോയിക്കോളൂല്ലേ? അതാണല്ലോ സൗകര്യം. അല്ല അതെ, അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടെന്നേ. നിങ്ങൾ നേരെ എത്തിക്കോളൂ, ഞാൻ പോയിക്കോളാം. അമ്മാവനെ തീർത്ഥയാത്രക്ക് ഇല്ലില്ല, അമ്മാവനെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ പോകുന്നു. അമ്മാവനെ ബസ്സിൽ കയറ്റി ഇരുത്തി വണ്ടി വിട്ട് കഴിയുമ്പോ അതെ, അല്ലെങ്കിൽ ഞങ്ങൾ കാണിക്കുന്നത് വെറും കൊള്ളരുതായി. ചെറിയ ബാഗിൽ അത് മതി. അവരിന് ബസ് കയറ്റാൻ വരുമ്പോ എവിടെ ബസ്? ഈ ജാതി മരുമക്കൾ ഉണ്ടെങ്കിൽ ഇത് അനുഭവിച്ചോ. എന്റെ അടുത്ത് ഇത്ര ഐഡിയ ഉള്ളൂ, ഇനി എന്താന്ന് വെച്ചാൽ അങ്ങടെ ആയിക്കോ. അല്ലടാ എന്തല്ലടാന്ന് പിറ്റെന്നെയും കൊണ്ടേ പോവും. Alien versus Alien.